33-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ പതിവ് പോലെ ഭക്ഷണശാലയിലും തിരക്കേറുന്നു. പുത്തിരിക്കണ്ടത്തെ ഭക്ഷണശാലയിൽ ഇന്നലെയും ഇന്നുമായി എത്തിയത് 50,000-ഓളം പേരാണ്. കലോത്സവത്തിന്റെ ആദ്യ ദിനം പുട്ടും കടലയുമായിരുന്നു പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് പാലടപ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും. രാത്രി 1 മണിവരെ സജീവമായിരുന്ന ഊട്ടുപുരയിൽ ആദ്യ ദിനം മാത്രം 31,000-ലധികം പേർക്കാണ് ഭക്ഷണം വിളമ്പിയത്. രണ്ടാം ദിനം പ്രാതലിന് ഇഡ്ഡലിയും സാമ്പാറും, ഉച്ചയൂണിന് ഗോതമ്പ് പായസം കൂട്ടിയുള്ള സദ്യയുമാണ് തയ്യാറാക്കിയിരുന്നത്. രാവിലെ 7,000-ലധികം പേരും ഉച്ചയ്ക്ക് 12,000-ഓളം പേരും ഭക്ഷണം കഴിച്ചു. 3 നേരവും സ്വാദിഷ്ടവും പോഷകദായകവുമായ ഭക്ഷണമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ കലോത്സവത്തിന്റെ 63ാമത് വർഷം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് പുതുമ, ഇന്നെന്താണ് പുതിയ പായസം. എനിക്കെല്ലാവരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, പുതിയതായിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പഴമകൾ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പഴമയുടെ എല്ലാ ഗുണങ്ങളും, എല്ലാ ഐശ്വര്യവും, എല്ലാ സ്വാദും, എല്ലാ രുചിയും, എല്ലാ മണവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അടുക്കള മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്നു. കലോത്സവ പാചകത്തിൽ ഇതിൻ്റെ 25ാമത് വർഷമാണ്. 2000-ൽ കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യാൻ തുടങ്ങി. 2006-ൽ എറണാകുളത്ത് വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകം. അപ്പോൾ ഇതിൻ്റെ 25ാമത് വർഷമാണ് കലോത്സവ പാചകത്തിൽ. ഈ കാലഘട്ടത്തിനിടയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2.5 കോടിക്കടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്ത് കഴിഞ്ഞു. അതിന് എന്നെ പ്രാപ്തനാക്കിയ എല്ലാ ശക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി.